നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഞാൻ ഈ നമ്പറിലേക്ക് വിളിക്കാം. ഭാവന വിളിക്കണ്ട. അതെന്താ വിളിച്ചാൽ പറ. പറയാം, അത് സുനിലിന്റെ നമ്പറാ. സുനിലും നീയും തമ്മില് ഒരു ബന്ധമില്ലെന്നല്ലേ നീ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് സത്യം തന്നെയാ. ഒരുപാട് ദിവസങ്ങൾക്ക് മുൻപ് സുനിൽ എന്നെ വിളിച്ച കോളാ അത്. പക്ഷെ ഞാൻ അറ്റൻഡ് ചെയ്തില്ല. അറ്റൻഡ് ചെയ്യാൻ എനിക്ക് താല്പര്യവുമില്ല. അതുകൊണ്ടാ ഭാവനയോട് വിളിക്കണ്ടെന്ന് പറഞ്ഞത്. ശരി, അതൊക്കെ നിങ്ങളുടെ സ്വന്തം കാര്യം, ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ നീയും സുനിലും തമ്മിൽ ദുബായിൽ വെച്ച് പിരിഞ്ഞു എന്നല്ലേ നീ പറഞ്ഞിട്ടുള്ളത്? അതെ. അതിനുശേഷം നീ അയാളെ കണ്ടിട്ടേ ഇല്ല? ഓക്കെ, ശരി, നിന്നെ ഞാൻ നിർബന്ധിക്കുന്നില്ല. പറയേണ്ട സമയത്തും നീ ഇങ്ങനെ തന്നെ പറഞ്ഞാ മതി. മനസ്സിലായില്ല. ഇതിൽ കൂടുതൽ പറഞ്ഞ് മനസ്സിലാക്കാനൊന്നും എനിക്കറിയില്ല. ഇപ്പൊ ഞാനും വല്യമ്മയും കാണാൻ പോയത് ആരെയാന്നറിയോ? മഹേന്ദ്ര ശർമ്മയും ഭാര്യയും. എന്താ വിശ്വാസം വരുന്നില്ല അല്ലേ? നിങ്ങൾ എന്തിനാ അവരെ കാണാൻ പോയത്? അതിനു മുമ്പ് നീ മറ്റൊന്നും കൂടി അറിയേണ്ടതുണ്ട്. എന്നെ കിഡ്നാപ്പ് ചെയ്തത് ആരാന്നറിയോ? എന്തിനു വേണ്ടിയാണെന്നറിയോ? ഇല്ല. മഹേന്ദ്ര ശർമ്മയും അയാളുടെ ആൾക്കാരുമാ എന്നെ കിഡ്നാപ്പ് ചെയ്തത്. എന്തിനു വേണ്ടി? നിന്നെ അവർക്ക് വേണം. അതിനു വേണ്ടിയാ ദിവസങ്ങളായിട്ട് അവര് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നിന്നെ സൗകര്യത്തിന് കിട്ടിയില്ല. എന്റെ സമയദോഷത്തിന് ഞാനാ അവരുടെ വലയിൽ വീണത്. അവർക്ക് ഒരു കാര്യം മാത്രമേ അറിയേണ്ടതുള്ളൂ, സുനിൽ ശർമ്മ എവിടെയെന്ന്. നീ അറിയാതെ സുനിൽ എവിടെയും പോയില്ലെന്നാ അവര് പറയുന്നത്. നിന്നിൽ നിന്നും സുനിലിനെ പറ്റിയുള്ള വിവരങ്ങൾ അന്വേഷിച്ച് പറയാന്ന് ഉറപ്പ് കൊടുത്തതുകൊണ്ടാ എന്നെ അവര് വെറുതെ വിട്ടത്. മനസ്സാ, എന്റെ സ്ഥാനത്ത് നിന്നെ അവരുടെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ അവരുടെ മകനെ കിട്ടാതെ നിന്നെ അവരൊരിക്കലും വിടില്ലായിരുന്നു. ഇപ്പോഴും നിന്നെ രക്ഷിക്കാൻ വേണ്ടിയാ ഞാനും വല്യമ്മയും കൂടി അവരെ കാണാൻ പോയത്. പക്ഷെ അവരൊരു വിധത്തിലും കോംപ്രമൈസിന് തയ്യാറാവുന്നില്ല. സുനിലിനെ കിട്ടാതെ അവരീ നാട്ടിൽ നിന്ന് പോവാനും പോകുന്നില്ല. എന്താ വേണ്ടെന്ന് നീ തന്നെ ആലോചിച്ച് തീരുമാനിക്കേ. എന്തായി മോളെ? വല്യമ്മേ, അവൾ എന്ത് ചോദിച്ചിട്ടും അനങ്ങുന്നില്ല, കല്ലുപോലെ നിൽക്കുക. ഞാൻ പറഞ്ഞില്ലേ അവള് സകല കളരിയും പയറ്റി തെളിഞ്ഞ പെണ്ണാണെന്ന്. കൊള്ളന് കഞ്ഞി വെച്ചവള്. ഞാൻ എന്തായാലും ഇതുവരെ നടന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവളിപ്പോ തന്നെ ഒരു പ്രത്യേക പരുവത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് വല്യമ്മ ശ്രദ്ധിച്ചോണം, അവൾ ആരെങ്കിലും വിളിക്കുന്നുണ്ടോന്ന്. അത് ഞാൻ ഏറ്റുമോളെ. ഞാൻ ആ പരിസരത്തൊക്കെ തന്നെ കാണും. മോള് ചെല്ലും. നിങ്ങളെന്താ വരാൻ ഇത്രയും താമസിച്ചത്? തന്റെ വല്യമ്മയും കൂട്ടി വന്നോണ്ടാ ഞാൻ തടസ്സമൊന്നും പറയാത്തത്. ശരിക്കും ഞാനും കൂടി വരേണ്ടതായിരുന്നു. ഞാൻ സൂര്യയോടെല്ലാം പറഞ്ഞതല്ലേ, ഈ അവസ്ഥയിൽ സൂര്യ അവിടെ വന്നാ ചിലപ്പോ കയ്യാങ്കളിയിലെ അവസാനിക്കും. ഇതല്പം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല സൂര്യ. അതുകൊണ്ടാ.
തന്നെ കിഡ്നാപ്പ് ചെയ്തവരുടെ അടുത്തേക്ക് താൻ വീണ്ടും പോയിട്ട് വന്നത്. എനിക്കെന്തോ ഇത് ശരിയാവും തോന്നുന്നില്ല. എന്നെ സൂര്യക്ക് വിശ്വാസമില്ലേ? പിന്നെന്താ? തന്നെ വിശ്വാസം ഉള്ളതുകൊണ്ടാണല്ലോ തന്റെ വാക്കുകളെ ഞാൻ അംഗീകരിക്കുന്നത്. ഇല്ലെങ്കിൽ താൻ ഈ വിവരം പറഞ്ഞ് ഇന്നലെ രാത്രി തന്നെ ഞാൻ അവനെ പോയി കാണുമായിരുന്നു. അവനെയൊക്കെ നല്ലതുപോലെ കൈകാര്യം ചെയ്ത് പോലീസിൽ ഏൽപ്പിക്കുക വേണ്ടത്. കണ്ടല്ലോ, ഇതുകൊണ്ടാ ഞാൻ സൂര്യയോട് പറയാതിരുന്നത്. സൂര്യ, നമുക്കിപ്പോ മാനസയുടെ ഭാവി കൂടി നോക്കണ്ടേ? നമ്മുടെ കുഞ്ഞ് അവളുടെ വയറ്റിലുള്ളത് അത് നമ്മൾ മറക്കരുത്. ഇപ്പൊ ഞാൻ മാനസയെ കണ്ടിട്ടാ വരുന്നത്. അവൾക്കിപ്പോഴും സുനിൽ ശർമ്മ എവിടെയാണെന്ന് അറിയില്ലെന്നാ പറയുന്നത്. അവരെന്താ ഇപ്പൊ പറയുന്നത്? മാനസയെ അവർക്ക് കിട്ടണം എന്നാ അവര് തന്നെ മാനസയെ കൊണ്ട് പറയിപ്പിച്ചോളാന്നാ പറയുന്നത്. അവരത്ര ഉറപ്പിച്ച് പറയണമെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവില്ലേ? നമുക്ക് മാനസ പറയുന്നതല്ലേ വിശ്വസിക്കാൻ പറ്റൂ? സുനിൽ ശർമ്മയെ കിട്ടാതെ അവരൊരിക്കലും ഈ നാട്ടിൽ നിന്ന് പോകുന്നു തോന്നുന്നില്ല സൂര്യ. അയാള് പിന്നെ എവിടെ പോയി? ഇനി വല്ല അപകടത്തിലും പെട്ടതാണെങ്കിലോ? നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ സൂര്യ. എന്തൊക്കെയോ മാനസയ്ക്ക് അറിയാന്നുള്ളത് സത്യം തന്നെയാ. അവൾ എന്തൊക്കെയോ നമ്മളിൽ നിന്ന് മറയ്ക്കുന്നുമുണ്ട്. അവളുടെ ഫോൺ ഞാനും വല്യമ്മയും ഒന്ന് പരിശോധിച്ചു. അതിൽ നിന്നും സുനിൽ ശർമ്മ പലതവണ അവളെ വിളിച്ചതായിട്ട് കണ്ടെത്തി. പക്ഷേ അത് ഒരുപാട് ദിവസങ്ങൾക്ക് മുൻപാ. ഫോൺ ചെയ്ത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എന്താ തെറ്റ്? അവര് തമ്മിലുള്ള റിലേഷൻ ഉണ്ടായിരുന്നല്ലേ? ഉണ്ടായിരുന്നു എന്നത് അറിയാഞ്ഞിട്ടല്ല. ഞാൻ ചോദിച്ചപ്പോ അവൾ എന്തിനിങ്ങനെ കള്ളം പറയുന്നേ? ചില സ്വകാര്യങ്ങൾ ആരും ആരോടും പറയില്ല ഭാവന. അവര് തമ്മിൽ ചിലപ്പോ നല്ല ബന്ധത്തിലായിരിക്കില്ല. അതുകൊണ്ടാ അവൾ പറയാൻ മടിക്കുന്നത്. അവൾക്ക് പകരമാണ് എന്നെ പിടിച്ചോണ്ട് പോയതെന്ന് പറഞ്ഞപ്പോ അവളാകെ വല്ലാതായിട്ടുണ്ട്. ഇപ്പൊ ആലോചിക്കുന്നുണ്ടാവും സംഭവം അല്പം ഗൗരവമുള്ളതാണെന്ന്. നമുക്കൊന്ന് അവളോട് സംസാരിച്ചാലോ? അത് വേണോ സൂര്യ? വേണം ഭാവന. സുനിലിന്റെ പാരന്റ്സിനോട് അവൾക്ക് പറയാനുള്ളത് പറഞ്ഞില്ലെങ്കിൽ ഇനിയും തന്നെ അവര് വേട്ടയാടും. അതിനൊരു സംശയവും വേണ്ട. തനിക്കിപ്പോ റെസ്റ്റാ വേണ്ടത്. അല്ലാതെ എത്ര നാളെന്ന് വെച്ചാ ഇതിന്റെ പിന്നാലെ ഓടുന്നത്? ഞാനിപ്പോ ആലോചിക്കുന്നത് മറ്റൊന്ന് സൂര്യ. എന്താ? ഇന്ന് ഞാനും വല്യമ്മയും പോയി സംസാരിച്ചു. ആ വിവരം ഞാൻ മാനസയോട് പറയുകയും ചെയ്തു. പക്ഷേ അവൾ ഇപ്പോഴും ഒന്നും വിട്ടു പറയുന്നില്ല. സത്യം എന്താന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ഇനി മഹേന്ദ്ര ശർമ്മയെ കാണാൻ പോകുമ്പോ സൂര്യയും വല്യച്ഛനും കൂടെ ഉണ്ടാവണം. ഇത് വേണമായിരുന്നു താൻ നേരത്തെ ചെയ്യേണ്ടിയിരുന്നത്. ഞാൻ പറഞ്ഞില്ലേ സൂര്യ, സൂര്യയോടും സേതുവേട്ടനോടും ഒക്കെ നോക്കിയും കണ്ടു ഓരോന്നും പറയാൻ പറ്റൂ. അല്ലെങ്കിൽ പിന്നെ സ്റ്റേഷനിലും കോടതിയിലും ഒക്കെ കയറി ഇറങ്ങാനേ നേരം കാണും. നെറിയേട് കണ്ടാൽ ക്ഷമയോടെ നേരിടാൻ എന്നെ കൊണ്ട് പറ്റില്ല. നല്ല 4 എണ്ണം കൊടുത്തിട്ടേ ഞങ്ങൾ സംസാരിക്കൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആരും ഇതിൽ ഇടപെടണ്ട. ഇനി എന്താ വേണ്ടെന്ന് ഞങ്ങൾ നോക്കിക്കോളാം. സൂര്യ, വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് പ്രശ്നം വലുതാക്കല്ലേ. ഇവിടെ ഇപ്പൊ ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല. എല്ലാവരും സേഫാ. അപ്പൊ പിന്നെ ബുദ്ധിപൂർവം തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതല്ലേ നല്ലത്? ശരി, താൻ പറയുന്ന പോലെ തന്നെ ചെയ്യാം. പക്ഷെ ഒരു കണ്ടീഷൻ. എന്താ? തന്റെ വല്യച്ഛനെ മീറ്റ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ആ മഹേന്ദ്ര ശർമ്മയൊന്ന് കാണണം. അതെന്തിനാ സൂര്യ? എന്തായാലും ഉപദ്രവിക്കാനല്ല. എനിക്ക് അയാളൊന്ന് കാണണം. 2 വാക്ക് സംസാരിക്കുകയും ചെയ്യണം.